വിവാദങ്ങൾ വിട്ടൊഴിയാതെ നിൽക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ, രണ്ടാം പിണറായി മന്ത്രിസഭ. ഇന്നലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുകയും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് മുഖ്യാതിഥിയായി നമ്മുടെ സാഹിത്യകാരനും നോവലിസ്റ്റും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള ശ്രീ MT വാസുദേവൻ നായർ ആണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത്. അദ്ദേഹം അവിടെ പങ്കെടുക്കുകയും മുഖ്യ അതിഥിയായി പങ്കെടുത്ത് പ്രസംഗിക്കവേ കുറച്ച് പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതാണ് ഇപ്പോൾ വളരെയധികം വിവാദങ്ങളിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിവാദമായ ചില പരാമർശങ്ങൾ ഇങ്ങനെയാണ്: ഭരണാധികാരി എറിഞ്ഞു കൊടുക്കേണ്ടുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി. അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടി. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ EMS എന്നും ശ്രമിച്ചിരുന്നു. നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നത് അതുകൊണ്ട് തന്നെയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഈ പ്രസംഗം അധികം വൈകാതെ തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത് വളരെയധികം വലിയ ഒരു വിവാദത്തിലേക്ക് കടക്കുകയുണ്ടായി. MT വാസുദേവൻ നായരുടെ ഈ ഒരു പ്രസംഗത്തിന് ശേഷം ഒരുപാട് പേര്, മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കാര്യമാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ LDFന്റെ തന്നെ കൺവീനറായിട്ടുള്ള ശ്രീമാൻ EP ജയരാജൻ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അത് നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയല്ല, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പറ്റിയാണ് അത് പറഞ്ഞേക്കുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രധാനമന്ത്രിയെ പറ്റിയാണ് ഈ പറഞ്ഞത്, അത്രയുമാണ്. പക്ഷേ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരുത്തി ഇത്തരത്തിലുള്ള കാര്യം പറയുകയും EMSന്റെ കാര്യം അടക്കം എടുത്തു പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാണ്ട് EP ജയരാജൻ പറയുന്ന പോലെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടോ അല്ലെ പ്രധാനമന്ത്രിയെ പറഞ്ഞൊന്നുമല്ല. ഇതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി P ജയരാജൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങളുടെ നല്ല വിനീത വിധേയരായിരിക്കണം. ജനങ്ങളോട് അധികാര ഗർവോടുകൂടി പെരുമാറുകയല്ല കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്. പാർട്ടി തന്നെ അംഗീകരിച്ച കാര്യമാണ്. എവിടെയെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ, തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ പാർട്ടിക്കകത്ത് തിരുത്തൽ പ്രസ്ഥാനമുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ തിരുത്തൽ വേണമെന്നാണ് P ജയരാജൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ആയിരുന്നു. ശരിക്കും P ജയരാജനും MT വാസുദേവൻ നായരും ഇവരെ പറഞ്ഞത് ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞു വരുന്നത്. അതായത് നേതൃപൂജയെ പറ്റിയാണ് ബേസിക് ആയിട്ട് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് പിണറായി എന്ന് പറയുന്ന ഒരാളെ ബൂസ്റ്റപ്പ് ചെയ്യുകയും അതിന് ചുറ്റും കുറച്ച് പരിചാരക വൃന്ദങ്ങൾ, അതായത് അദ്ദേഹത്തെ പൊക്കി പറഞ്ഞുകൊണ്ട്, പിണറായിയെ പൊക്കി പറഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിൽക്കുന്നു എന്നുള്ള തരത്തിലേക്ക് CPMന്റെ പാർട്ടി മാറി എന്നുള്ളതാണ് സത്യം. കാരണം അതിന് നമുക്ക് കൃത്യമായ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ അധികാര കാലഘട്ട സമയത്ത്, അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അധികാരത്തിലേക്കുന്നതിന് മുമ്പുള്ള ഇലക്ഷൻ സമയത്ത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. സഖാവ് VSനെ മുൻനിർത്തി പോസ്റ്ററുകളിലും മറ്റുമെല്ലാമായിട്ട് VSനെ മുൻനിർത്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നയാൾ മുഖ്യമന്ത്രിയാവുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാൻ എന്നുള്ള സ്ഥാനം കൊടുത്തു, ഒരു മൂലക്കിരുത്തി. പിന്നീട് കറിവേപ്പിലയായിട്ട് അദ്ദേഹത്തെ പുറത്തെടുത്ത് കളയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അന്ന് പാർട്ടി കൈക്കൊണ്ടൊരു നിലപാടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളോ നേതാക്കന്മാരോ അല്ല, പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് അന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞത്. സമാനമായ രീതിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് P ജയരാജൻ ഇലക്ഷൻ സമയത്ത് കണ്ണൂർ പ്രചരണത്തിന് പോയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. P ജയരാജനെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും കണ്ണൂരിൽ നല്ലൊരു പങ്കും, അതായത് 23 വർഷങ്ങൾക്ക് മുമ്പ് RSSകാർ ഒരു തിരുവോണ നാളിൽ RSSകാർ വീട്ടിൽ കയറി ആക്രമിച്ച് കിടക്കുന്ന ചിത്രങ്ങളടക്കം അന്ന് നമ്മൾ ഇതിനു മുമ്പ് നമുക്ക് നെറ്റിലടക്കം സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയധികം പാർട്ടിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി അത്രയധികം ത്യാഗം സഹിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി ഇലക്ഷൻ സമയത്ത് ഒരു പാട്ട് ഇറങ്ങുകയുണ്ടായി. അന്നും സമാനമായ രീതിയിൽ പാർട്ടി വിമർശിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കല്ല, നേതൃപൂജയ്ക്കല്ല, രാഷ്ട്രീയ പാർട്ടിക്കാണ് പ്രാധാന്യം, അല്ലെങ്കിൽ CPIMനാണ് പ്രാധാന്യമെന്ന് എടുത്തു പറയുകയുണ്ടായി. സമാനമായ മറ്റൊരു സംഭവം കൂടി പറയാം. ആലപ്പുഴയിൽ G സുധാകരൻ എന്ന നേതാവ്, അദ്ദേഹം ഒരു ഔപചാരികമായ പരിപാടിയിൽ പങ്കെടുക്കവേ അദ്ദേഹത്തോട് ചോദിക്കുകയും മുഖ്യമന്ത്രി എപ്പോൾ വരും എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി വരുന്നതിനെ പറ്റി അറിയില്ല, അത് തീരുമാനിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണെന്ന് പറഞ്ഞു. ജില്ലാ സെക്രട്ടറി, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ നടന്നതുകൊണ്ട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലുള്ള
ഒരു സമീപനമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് പിണറായി വിജയന് ഏറാൻ മൂല്യങ്ങളായി നിൽക്കുന്നവരെ, അല്ലെങ്കിൽ പിണറായി വിജയന് ജയ് വിളിക്കുന്നവരെ മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് CPM ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ആളുകൾ പിണറായി വിജയന് ചുറ്റും കൂടുകയും, പിണറായി വിജയൻ, നമുക്ക് CPM സംസ്ഥാന സെക്രട്ടറിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന നമ്മൾ കേട്ടിരുന്നു. പിണറായി വിജയൻ അദ്ദേഹം സൂര്യനാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ. അത് മാത്രമല്ല, ചിലർക്ക് അദ്ദേഹം മന്ത്രി VN വാസവൻ, അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയുന്നയാൾ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുന്ന അല്ലെങ്കിൽ ഒരു നേതൃപൂജ നടത്തുന്ന ഒരു സംഘമാണ് കൂടെയുള്ളത്. അത്തരത്തിലുള്ള നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സാഹിത്യകാരനായിട്ടുള്ള ശ്രീ MT വാസുദേവൻ നായർ ഇത്തരത്തിലൊരു പ്രസംഗം പറയുന്നത്. വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങേരുടെ പ്രസ്താവനകൾ, അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ അത്രയധികം വിവാദപരമാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ആ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. കുറച്ചു പേർക്ക് സൂര്യനായിരിക്കാം, കുറച്ചു പേർക്ക് ദൈവത്തിന്റെ പ്രതിപുരുഷനായിരിക്കാം, ചിലർക്ക് കാരണഭൂതനായിരിക്കാം, ചിലർക്ക് തീയിൽ കുരുത്ത കുതിരയായിരിക്കാം, ചിലർക്ക് കൊടുങ്കാറ്റിലെ കഴുകനായിരിക്കാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഉപജാപക വൃന്ദം അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ നേതൃപൂജ നടത്തുന്ന ഒരവസ്ഥ തന്നെയാണുള്ളതെന്ന് വെളിവാക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ വിവാദം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ആയതുകൊണ്ടാണ് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ശ്രീ MT വാസുദേവൻ നായരുടെ വാക്കുകൾ വളരെയധികം വിവാദപരമാകാനുള്ള കാരണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അതായത് വൈദ്യുതി മേഖലയിൽ 40,000 കോടി രൂപയുടെ കടം, ലൈഫ് മിഷൻ പദ്ധതികൾ നിർത്തിവെച്ചു, 3 വർഷമായി പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ ധനസഹായങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ്. എന്നാൽ പിണറായി വിജയനെ നേതൃപൂജ ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, അദ്ദേഹം കഴുകനാണ്, തീയിൽ കുരുത്ത കുതിരയാണ്, അദ്ദേഹം ദൈവമാണ്, സൂര്യനാണെന്ന് പറയുന്നതിന് യാതൊരുവിധ ഇതുമില്ല, നാണവുമില്ല. ഒന്ന് ചിന്തിച്ചു, യാതൊരുവിധ നാണവും ഇല്ലാതിരിക്കുക. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ വന്നതിന് ശേഷം മറ്റൊരു സാഹിത്യകാരനായിട്ടുള്ള AE സുധീറിന്റെ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ശ്രീ MT വാസുദേവൻ നായരുമായിട്ട് സംസാരിച്ചതിന് ശേഷമുള്ള NE സുധീറിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അതിലുള്ളത്. അതിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ LDF ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇത്രയും കനപ്പെട്ട രാഷ്ട്രീയ വിമർശനമാവുമെന്നും കരുതിയിരുന്നില്ല. വൈകിട്ട് കണ്ടപ്പോൾ അതേപ്പറ്റി സംസാരിച്ചിരുന്നുവെന്നും, ഞാൻ വിമർശിക്കുകയല്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി, അത് പറഞ്ഞു, അത്ര തന്നെ. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത്. മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ അദ്ദേഹം ഇത് പറയുകയും അത് കേൾക്കുന്നവർ ആത്മപരിശോധന നടത്തി അത് മാറ്റം വരുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയോടാണ് എന്ന് പറയുന്ന EP ജയരാജന്റെ യുക്തി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി വേദിയിലിരിക്കെ ഇതൊരു ആത്മപരിശോധന നടത്തിയാൽ നല്ലതാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നതിൽ നിന്ന് നമുക്ക് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു ഗൗരവമായ ഒരു വിമർശനം അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് സ്വാഭാവികമായും അതിൻ്റെതായ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയം ഇത്രയും വിവാദമാവാനുള്ള കാരണം.